മുഹൈദ്ദീൻ മാലയെക്കുറിച്ചിട്ടുള്ള വരികൾ ചൊല്ലി അർത്ഥം പറഞ്ഞ് അതുമാതിരി തന്നെ എൻ്റെ സാരാംശവും പറയുന്നു. അപ്പോൾ ഇന്നും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യം വരികൾ ചൊല്ലാം. ആ വണ്ണം അല്ല പടച്ചവൻ താൻ തന്നെ ഈ ഹൗസൽ ആ അള്ളം എന്നല്ല വിളിച്ചോവർ. എല്ലാ മശൈഖന്മാരുടെ തോളുമ്മൽ ഏകം അരുളാളെ എൻ്റെ കാൽ എന്നോവർ. അന്നേരം മലക്കുകൾ മെയ്യെന്ന് ചെന്നോവർ. അവരെ തലയ്ക്കുമേൽ ഖൽക്ക് പൊതിഞ്ഞോവർ. ഖാഫ് മല ഇന്നും ബഹർ മുഹീത്തുനും യഅ്ജുജ് നാട്ടിനും തലനെ താത്തിച്ചോവർ. അപ്പോൾ ഭൂമിയിലെ ശൈഖന്മാരെല്ലാവരും അവർക്ക് തലതാത്തിച്ചാച്ചി കൊടുത്തോവർ. അതിൽ ഒരു ശൈഖ് അതല്ലെന്നു ചൊന്നാരെ അവരെ വലിപ്പട്ടം നീക്കിച്ച് വെച്ചോവർ. അതിനാൽ ചതിയിൽ പെടുവോന്ന് കേട്ടോര് എഴുപതമാനീന ഉസ്താദ് കണ്ടോവർ. ഞാനെല്ലാ സിൽറിന് ചെന്നോവർ. ഞാൻ അല്ലാ എന്നുടെ അമ്രെന്ന് ചെന്നോവർ. കൽപ്പന എന്നൊരു സൈഫ് ഞാനെന്നോവർ. കോപം ഉടയോൻ്റെ നാറ് ഞാനെന്നോവർ. മറുകരയില്ലാ കടലെന്നു ഞാനെന്നോവർ. മനുഷ്യൻ അറിയാത്ത വസ്തു ഞാനെന്നോവർ. ഇത് ശരിക്ക് അറബ് പാട്ടിൻ്റെ ശൈലിയിലാണ് ചെല്ലേണ്ടത്. എനിക്കത് അതേപോലെ ചെല്ലാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ വായിച്ചു വെച്ച വരികൾ ഒരു കവിത ചെല്ലുന്ന മാതിരി വായിച്ചു. പക്ഷേ ഇത് മാപ്പിളപ്പാട്ടാണ്, അത് എനിക്കങ്ങനെ ചെല്ലാൻ അറിയില്ല. അപ്പോൾ ഇതിൻ്റെ വാക്കുകളുടെ അർത്ഥം ഒന്ന് നോക്കാം നമുക്ക്. ഗൗസൽ അല്ലം, അഭയം നൽകുന്നവർ. അള്ളയെ കുറിച്ചിട്ടാണ് പറയുന്നത്, അഭയം നൽകുന്നവർ. മശായിഖ്, ഗുരു. ഖൽഖ്, സൃഷ്ടി. കൽഖി അല്ലേ, കൽഖ് സൃഷ്ടി. ബഹർ മുഹീത്ത്, മഹാസമുദ്രം. ബഹർ മുഹീത്ത്, മഹാസമുദ്രം. അബ്ജുദ്, അന്ത്യനാളിൽ വരുന്ന അക്രമകാരികളായ ഒരു കൂട്ടം ആളുകൾ. അബ്ജുൽ. സിർ, രഹസ്യം. അമ്ര, കൽപ്പന. സെയ്ഫ്, വാൾ. അറബ് വാക്ക് സെയ്ഫ് എന്ന് പറഞ്ഞാൽ വാളായിരിക്കാം. നാറ്, തീ. നാറ്, തീ. ഇനി അതിൻ്റെ ആശയവിവരണം, ഈ വരികളുടെ ആശയവിവരണം ആണ് പറയാൻ പോകുന്നത്. എല്ലാവർക്കും അഭയസ്ഥാനം നൽകുന്ന ആൾ എന്ന അർത്ഥത്തിൽ ഹൗസുൽ അള്ളം എന്ന് അല്ലാഹു എന്ന് തന്നെ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹത്തിനെ അല്ലാഹു തന്നെ എന്ത് വിളിച്ച്? ഹൗസുൽ അള്ളം. എല്ലാ ഗുരുക്കന്മാരുടെയും മുകളിലാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം. അങ്ങനെയാണ് അദ്ദേഹത്തെ സൃഷ്ടിച്ചത്. ഈ പ്രഖ്യാപനം മാലാഖമാർ അംഗീകരിക്കുകയും ശൈഖിനെ എല്ലാവരും കൂടി പൊതിയുകയും ചെയ്തു. ഭൂമിയിലെ ഗുരുക്കളെല്ലാവരും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ശിരസ് നമിച്ചു. എല്ലാ ഗുരുക്കന്മാരും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്ന് ശിരസ് നമിച്ചു എന്നാണ് പറയുന്നത്. കാഫ് മലയുടെയും മഹാസമുദ്രത്തിൻ്റെയും അക്രമകാരികളായ അബ്ജുജിനെയും തല താഴ്ത്തിച്ചവനാണ് അദ്ദേഹം. കാഫ് മലയുടെയും മഹാസമുദ്രത്തിൻ്റെയും
ആക്രമാരികളായ അതിനെ ആക്രമിച്ചവരായ യജുൻ്റെയും തല താഴ്ത്തിച്ചവനാണ് അള്ളം അള്ളൻ അള്ളം അള്ളൻ. അള്ളാഹു അല്ലേ, അള്ളനല്ല, അള്ളാഹു. എനിക്ക് പെട്ടെന്ന് കിട്ടിയില്ല കേട്ടോ, സോറി. അള്ളാഹു. ഈ മഹാത്മ്യത്തെ അംഗീകരിക്കാതെ ഒരു ഷെയ്ഖിൻ്റെ പണ്ഡിത നേതൃസ്ഥാനം ഒഴിവാക്കുകയും ചെയ്തു. ഈ മഹാത്മ്യത്തെ അംഗീകരിച്ചില്ല. അപ്പോൾ ആ ഷെയ്ഖിൻ്റെ പണ്ഡിത നേതൃസ്ഥാനം ഒഴിവാക്കിച്ചു. മേന്മകൾ കാരണം ചതിയിൽപ്പെട്ടു പോകരുതെന്ന് ഷെയ്ഖിനെ അദ്ദേഹത്തിൻ്റെ ഉസ്താദ് ഉപദേശിച്ചപ്പോൾ ചതിയിൽ പെടുകയില്ലെന്ന് 70 രേഖകൾ അദ്ദേഹം ഉസ്താദിനെ കാണിച്ചു. മേന്മകൾ കാരണം ചതിയിൽ പെട്ടുപോകരുത് എന്ന് ഷെയ്ഖിനെ അദ്ദേഹത്തിൻ്റെ ഉസ്താദ് ഉപദേശിച്ചു. ചതിയിൽ പെടുകയില്ലെന്ന് 70 രേഖകൾ അദ്ദേഹം ഉസ്താദിനെ കാണിച്ചു. ചതിയിൽ പെടില്ല എന്ന് പറഞ്ഞിട്ട് 70 രേഖകൾ അദ്ദേഹം ഉസ്താദിനെ കാണിച്ചു കൊടുത്തു. രഹസ്യങ്ങളുടെ കലവറയാണ് അദ്ദേഹം. അള്ളാഹുവിൻ്റെ കൽപ്പനയെ ശിരസ വഹിച്ചവരാണ് മുഹയ്യിദ്ദീൻ ഷെയ്ഖ്. അള്ളാഹുവിൻ്റെ കൽപ്പനകളെല്ലാം മുഴുവൻ അംഗീകരിച്ച ആളാണ് മുഹയ്യിദ്ദീൻ ഷെയ്ഖ്. കൽപ്പന എന്ന വാളും കോപിക്കുന്ന അള്ളാഹുവിൻ്റെ തീയും താനാണെന്ന് പറഞ്ഞ് അദ്ദേഹം മറുകര കാണാത്ത കടലാണ്, മനുഷ്യന് അറിയാനാകാത്ത വസ്തുവുമാണ്. കൽപ്പന എന്ന വാളും കോപിക്കുന്ന അള്ളാഹുവിൻ്റെ തീയും താനാണെന്ന് പറഞ്ഞ അദ്ദേഹം മറുകര കാണാത്ത കടലാണ്, മനുഷ്യൻ്റെ അറിയാനാകാത്ത വസ്തുതയാണ്. എല്ലാവരും ശിരസ് നമിക്കുന്നു. ഇത്രയേ ഉള്ളൂ ഇന്ന്.